ആലപ്പുഴയിൽ മദ്യപിച്ച് വാഹനമോടിച്ച ഡിവൈഎസ്പി പിടിയിൽ. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിൽകുമാറാണ് പിടിയിലായത്. അരൂർ പോലീസാണ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, എന്താണ് സംഭവിച്ചത്? ഡ്യൂട്ടി സമയത്തായിരുന്നോ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ? ഔദ്യോഗിക വാഹനമാണ് ഓടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ, ഇപ്പോൾ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്താണ് ആലപ്പുഴ ചന്ദ്രൂരിൽ വെച്ചാണ് അരൂർ പോലീസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അരൂർ പോലീസ് പറയുന്നത് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്താണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തിരുവനന്തപുരം ഡിവിഷനിലെ ഡിവൈഎസ്പി കൂടിയായിട്ടുള്ള അനിൽകുമാർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ വാഹനം സർക്കാർ വാഹനമാണ്, പോലീസ് വാഹനമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ചന്ദ്രൂരിൽ വെച്ച് പോലീസ് തടഞ്ഞ് പരിശോധന നടത്തി. പക്ഷേ ഈ വാഹനം ഓടിക്കുന്ന സമയത്തും ഇയാൾ വണ്ടി നിർത്തിയപ്പോഴൊക്കെ സംസാരിക്കുമ്പോഴും അസ്വാഭാവികത മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മദ്യവെച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയത്. അപ്പോഴാണ് മദ്യവെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്താണ് ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പോലീസ് പരിശോധന നടത്തി ശേഷം പിന്നീട് ഇയാൾ വാഹനവുമായി മുന്നോട്ട് പോയി. അതിനുശേഷം പിന്നീട് ചന്ദ്രൂർ വെച്ചാണ് വാഹനം ബലമായി പോലീസ് തടഞ്ഞു വെച്ച് ഇയാളെ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അരൂർ പോലീസ് അറിയിക്കുന്നത് ഇയാളെ കസ്റ്റഡി എടുത്ത ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നാണ്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡിവിഷൻ ഡിവൈഎസ്പി കൂടിയാണ് അനിൽകുമാർ എന്നാണ് പുതിയ വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്താണെങ്കിലും സാധാരണഗതിയിൽ ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പോലെ അല്ല, ഇത് സർക്കാർ വാഹനം കൂടിയാണ്. അതും ഒരു സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ രീതിയിൽ സർക്കാർ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നിരത്തിൽ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു എന്നത് ഏറ്റവും ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്യും. മറ്റ് നടപടികളിലേക്കടക്കമുള്ള വകുപ്പ് തല നടപടികൾ കൂടി ഉണ്ടായേക്കും. അത് നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. സുഹേൽ, ശരി. ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മദ്യപിച്ച് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ച് പോലീസ് പിടിയിലായിരിക്കും. ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഉദ്യോഗസ്ഥൻ. മനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.